ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് മനുഷ്യത്വം മരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി ഓൺലൈൻ മാധ്യമങ്ങളിലെ അവരെ കുറിച്ച് മാത്രമല്ല മലയാളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ അവരെ കുറിച്ചും കൂടിയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മാത്രമല്ല മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്കുണ്ടല്ലോ ഇപ്പൊ മനുഷ്യത്വം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് സലിംകുമാർ മരിച്ചപ്പോഴല്ല ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കാണിച്ചുകൂട്ടിയ കോപ്രായങ്ങൾ. അവസാനം സ്വന്തം അച്ഛന്റെ മുതുശരീരത്തിന്റെ അടക്കണ്ടില്ല ഒന്ന് പൊട്ടിക്കറിയാൻ പോലും കഴിയാതിരുന്ന മകൻ ചന്തു ഉണ്ടല്ല, ചന്തു ഇന്ന് പൊട്ടിത്തെറിച്ച് മാധ്യമങ്ങളുണ്ടല്ല പൊട്ടിത്തെറിച്ച്. ആ പൊട്ടിത്തെറി കണ്ടപ്പോ കുറെ എണ്ണം പറയുന്നു അവൻ അഹങ്കാരമാണ്, അവന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ മകനുണ്ടല്ലോ അവൻ അവിടെ അഹങ്കാരം കാണിക്കുന്നത്. അങ്ങനെ പറയുന്ന നാരിയോട് എനക്കൊന്നേ പറയുള്ളൂ. ആ അവസ്ഥയിലുണ്ടല്ല അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കറിയാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലുണ്ടല്ല ഒരു മകൻ പ്രതികരിക്കേണ്ടത് മാത്രമേ അവിടെ ചന്തു പ്രതികരിച്ചിട്ടുള്ളൂ. അതായത് അവൻ അവിടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടല്ല അവന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ന്യായമാണ്, മനുഷ്യത്തുള്ള ആൾക്കാർ നോക്കുമ്പോഴല്ല അവൻ പൊട്ടിത്തെറിച്ചത് ന്യായം മാത്രമാണ്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം, അതിനുശേഷമുള്ള ബാക്കി സംസാരിക്കാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് സലിംകുമാറിന്റെ മകൻ ചന്ത് ചൂടാകുന്നുണ്ടല്ല അവിടെ ബോഡി കാണാൻ പോയ സലിംകുമാറിന്റെ ശരീരം കാണാൻ പോയ സാധാരണക്കാരോടല്ല അവിടെ തിക്കും തിരക്കും കൂട്ടുന്ന മാധ്യമങ്ങളിലെ ഓൺലൈൻ മാധ്യമങ്ങളോടാണ് ചന്തു വളർന്ന് ഇമാതിരി ചൂടായത്. അതും അവന്റെ അച്ഛന്റെ ശരീരം ഉണ്ടല്ല ചിതയിലേക്ക് എടുക്കുമ്പോഴാണ് ചന്തു വളർന്ന് ചൂടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, സ്വന്തം അച്ഛന്റെ ശരീരം ഉണ്ടല്ല അവസാനമായിട്ട് ഒരു നോക്ക് കാണാനുള്ള അവസരത്തിനുണ്ടല്ല അവന്റെ മൈൻഡ് എങ്ങനെയായിരിക്കും? അങ്ങനെയുള്ള സമയങ്ങളിലുണ്ടല്ല മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഇമാതിരി തെണ്ടിത്തരം കാണിച്ചാണ്ടല്ല ഒരു മകൻ ഇങ്ങനെയേ പ്രതികരിക്കൂ. അതുകൊണ്ട് ചന്തു അവിടെ പ്രതികരിച്ചത് 100% ശരിയാണെന്നാണ് എന്റെ ഒരു ഭാഗം. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഇതുപോലെ സ്ഥലങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രമല്ല മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ അവരൊക്കെ അവിടെ നിന്നുണ്ടല്ലോ അകറ്റി നിർത്തണം. അവരൊന്നും അവിടെ വരേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ വീഡിയോ പിടിക്കണം നിർബന്ധമാണെങ്കിൽ ഏതെങ്കിലും ഒരാളുണ്ടല്ലോ വീഡിയോ പിടിപ്പിക്കാൻ ആക്കുക, എന്നിട്ട് ആ വീഡിയോ കൊടുത്താൽ പോരെ മാധ്യമങ്ങൾക്ക്. എല്ലാ മാധ്യമങ്ങളും ആ വീഡിയോ എടുത്താൽ മതി. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ അത്രയേ വേണ്ടു. ശരിക്കും പറഞ്ഞ ഇപ്പോഴുണ്ടല്ല സാധാരണ ജനങ്ങളെക്കാളുണ്ടല്ല ഇത്തരം സ്ഥലങ്ങളിൽ എത്തുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഒരു മൊബൈലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമറയും പിടിച്ചിട്ട് ഓൺലൈൻ മാധ്യമങ്ങളാണ് സാധാരണ ജനങ്ങളെക്കാളും അധികം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നുണ്ടല്ലോ ഇതിലും വൃത്തികെട്ട ഒരു വീഡിയോ ആണ്. എന്റെ ജന്മത്തിലുണ്ടല്ലോ ഇതുപോലൊരു നിലവാരം കെട്ടൊരു മനുഷ്യനാ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും മനസ്സിലാവും. നിങ്ങളുണ്ടല്ല ഇതുപോലത്തെ ഒരു നിലവാരം കെട്ട മനുഷ്യനുണ്ടല്ല നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശനുണ്ടല്ല സലിംകുമാറിന്റെ ശരീരം കാണാൻ വേണ്ടിയിട്ടുണ്ടല്ല ടൗൺ ഹാളിൽ എത്തിയപ്പോണ്ടല്ല അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വിവരവും ബുദ്ധിയും ബോധമില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനുണ്ടല്ല വി.ഡി. സതീശനെ പോയിട്ടുണ്ടല്ല ഷാള് പുതപ്പിക്കാൻ നോക്കുന്നത്. അതായത് വി.ഡി. സതീശനുണ്ടല്ല ഏതൊരു പാർട്ടി പരിപാടിക്ക് പോയ പോലെയാണ് ആ വേട്ടാവളെ കോൺഗ്രസ്സുകാരൻ അവിടുന്ന് ഷാള് പുതപ്പിക്കാൻ നോക്കുന്നത്. നമുക്കുണ്ടല്ലോ ആ വീഡിയോ കൂടി കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി പറയാം. വാ. എന്റെ മോനെ വി.ഡി. സതീശനെ ഷാള് പതിപ്പിക്കാൻ നോക്കിയ മനുഷ്യനല്ലേ അവനെപ്പോലത്തെ ഒരു വൃത്തികെട്ട മനുഷ്യൻ ലോകത്ത് ആരെങ്കിലും ഉണ്ടാവോ? പക്ഷെ മുഖ്യമന്ത്രി വി.ഡി. സതീശനുണ്ടല്ലോ ഒരു നല്ല കാര്യം ചെയ്തു. ആ ഷാളുണ്ടല്ലോ അങ്ങ് വലിച്ചങ്ങ് എറിഞ്ഞ്. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഷാള് വലിച്ചെറിയുക മാത്രമല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ആ ഷാളിടാൻ നോക്കിയ ചങ്ങയില്ലേ അവനുണ്ടല്ലോ കണ്ണുമുറിയെ ഒന്ന് കൊടുക്കും കൂടി വേണേനു. കാരണം ഇമാതിരി ബോധവും വിവരമില്ലായ്മ കാണിക്കുന്ന മനുഷ്യന്മാർക്കുണ്ടല്ലോ ഒരടി കിട്ടേണ്ടത് തന്നെയാണ്. അതിപ്പോ മുഖ്യമന്ത്രി ആയാലും ആരായാലും കൊടുത്തു കഴിഞ്ഞിട്ടല്ല മലയാളികൾ ഒരു കുറ്റവും പറയില്ല. അതും കഴിഞ്ഞിട്ട് ആ വേട്ടവളിലുണ്ടല്ലോ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പിന്നാലെ പോകുന്നുണ്ട്. അവന്റെ കൂട്ടുകാരുണ്ടല്ല അവന്റെ കൂടിയുണ്ട്. അതായത് അവനും വിവരമില്ല, അവന്റെ കൂടെ പോയ അവന്റെ കൂട്ടുകാരുണ്ടല്ല ആ കൂട്ടുകാർക്ക് അവനെക്കാളും വിവരമില്ല. എനിക്ക് പറയാനുള്ളത് ഈ വേട്ടവളിന് ഏതാണെന്ന് അവന്റെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവന്റെ നാട്ടുകാരുണ്ടല്ല ഇനി ഇവ പുറത്തിറങ്ങുന്നില്ല, നാണം കെടുത്തി ഓടിക്കണം. ഇവനുണ്ടല്ല ഇനി പുറത്തിറങ്ങാൻ പാടില്ല. എവിടെയെന്നൊക്കെ കാണുന്നുണ്ടോ അവിടെ നിന്നൊക്കെ ഇവനുണ്ടല്ല നാണം കെടുത്തി ഓടിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് കണ്ടില്ല വേറൊരു വീഡിയോ കാണിച്ചാൽ നമ്മളെ ടിനി ടോം കാണിക്കുന്ന ഒരു കോപ്രാം. യാ മോനെ എമ്മാതിരി കോപ്രായെന്ന് അവിടെ വെച്ചിട്ടുണ്ടാ ടിനി ടോം കാണിച്ചു കൂട്ടിയത്. ഈ ചങ്ങയുണ്ടല്ലോ എവിടെ പരിപാടി അവതരിപ്പിച്ചാണ്ടല്ല ആ പരിപാടി 8 നിലയെ പൊട്ടും. മൂപ്പർ അവിടെ നിന്നുണ്ടല്ല സലിംകുമാർ മരിച്ചതിലുള്ള സങ്കടം ഉണ്ടല്ലോ ആ സങ്കടം കൊണ്ടുള്ള ഒരു കരച്ചിലാണ് ഉദ്ദേശിച്ചത്. എനിക്ക് പക്ഷേ ഉണ്ടല്ല അതൊരു കരച്ചിലായിട്ടേ തോന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ തന്നെ പറ. ഷീറ്റ്
ടിനി ടോം കാണിച്ച ഈ കോപ്രായുണ്ടല്ല, ഈ കോപ്രായത്തുണ്ടല്ല സലിംകുമാർ മരിച്ചതുള്ള സങ്കടം കൊണ്ടുള്ള കരച്ചിലാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്നെ ഉണ്ടല്ല ഇത് എത്രമാത്രം ക്രൂരനാണെന്ന് പറഞ്ഞാലും ഞാൻ പറയും ഇത് കരച്ചിലോ ഇതൊരു കോപ്പോ അല്ല. സങ്കടം കൊണ്ടുണ്ടല്ല ഒരു മനുഷ്യനും ഇതുപോലെ കരുതുന്നത് എന്റെ ജന്മത്തിൽ കണ്ടില്ല. ഈ സംഭവം എന്നറിയാം അൻസിബേന്റെ വിഷയം ഉണ്ടല്ല, ആ വിഷയത്തിന് നൈസായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു സെന്റിമെന്റൽ അപ്രോച്ച് മാത്രമാണ് ഈ കള്ളക്കരച്ചിൽ. പക്ഷെ നമ്മളെ ടിനി ടോം ഉണ്ടല്ല, ദൈവം അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ല, അഭിനയിക്കാനുള്ള കഴിവ് കൊടുക്കാത്തതുകൊണ്ട് ഈ സംഭവം ഇതും അങ്ങ് പൊളിഞ്ഞുപോയി. വേറൊരു കാര്യം കൂടി ഉണ്ടേട്ടാ, ടിനി ടോമിന്റെ ആ കരച്ചിലുണ്ടല്ല കറക്റ്റ് ടൈം ഒപ്പിയെടുക്കാൻ വേണ്ടിട്ട് ടിനി ടോം തന്നെ അവിടെ ഓൺലൈൻ മാധ്യമങ്ങളെ വെച്ചിട്ടുണ്ട്. അതിൽ ടിനി ടോമെ നിങ്ങൾക്ക് വിജയിച്ചു, പക്ഷെ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് നിങ്ങൾ ആകെ പരാജയപ്പെട്ടു പോയി. അതായത് ടിനി ടോമെ നിങ്ങൾക്കിട്ടില്ല അഭിനയിക്കാനും അറിയില്ല, ഉഡായിപ്പ് വൃത്തിയായിട്ട് കാണിക്കാനും നിങ്ങളെ കണ്ടറിയില്ല. ഇതുപോലെ കുറയണം, ഇതൊന്നല്ല ഇതുപോലെ കുറയണമുണ്ടല്ല അവിടെ പോയിട്ട് കോപ്രായം കാണിക്കാനും റീൽസ് ചെയ്യാനുണ്ടല്ല. സലിംകുമാർ മരിച്ച ശരീരമില്ലേ, ആ ശരീരത്തിന്റെ അടുത്തൂടെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾ കണ്ടില്ല ഒരു വീഡിയോ കൂടി കാണിച്ചതാ. നമ്മളെ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനില്ലേ, വി.ഡി. സതീശൻ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ നമ്മളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളോട് ചൂടാകുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ടല്ല, ദയനീയ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. കണ്ടല്ലോ നമ്മളെ മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ടല്ലോ ഓൺലൈൻ മാധ്യമങ്ങളോട് അങ്ങോട്ട് മാറി എന്ന് പറയേണ്ട ദയനീയ അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. എന്നിട്ടെന്താ കാര്യം, നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ഒരു മാധ്യമം ഉണ്ടല്ല അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ബേക്കോട്ടേക്കോ എങ്ങോട്ടും മാറിയില്ല, അവിടെ തന്നെ എല്ലാവരും ഉണ്ടല്ല അവിടെ തന്നെ നിൽക്കുന്നു. ഈ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ, പിണറായി വിജയനായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കണ്ടില്ല, മൂപ്പറൊരു നോട്ടം നോക്കിയാൽ ഒരു 10 ഓൺലൈൻ മാധ്യമങ്ങൾ കണ്ടില്ല പേടിച്ച് പിന്നോട്ട് മാറിയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഇങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ കോപ്രായങ്ങൾ കാരണം ഉണ്ടല്ല മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മാത്രമല്ല മരിച്ചവർക്ക് പോലും മനസമാധാനം കിട്ടാത്ത അവസ്ഥയാണ് നമ്മളെ കേരളത്തിലുള്ളത്. ഒന്ന് മനസമാധാനത്തോടെ മരിച്ചവരുടെ ശരീരം കാണാൻ വേണ്ടി മരിച്ചവരുടെ മക്കൾക്കോ മരിച്ചവരുടെ ഭാര്യക്കോ മരിച്ചവരുടെ ബന്ധുക്കോ ഒന്നും ഇപ്പൊ കഴിയാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തിന് മരിച്ചവരുടെ ഉറ്റവർക്കുണ്ടല്ലോ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ഇപ്പൊ സാധിക്കുന്നില്ല. അപ്പോഴേക്കുണ്ടല്ല ക്യാമറ ഇങ്ങനെ സൂം ചെയ്തിട്ട് അവരുടെ മുഖത്തേക്ക് അങ്ങ് കൊണ്ടുപോകും, അവർക്കൊന്നും മനസമാധാനത്തോടെ പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല. ഇത്ര ആഭാസന്മാരുണ്ടല്ലോ നമ്മളെ നിയമം കൊണ്ടൊന്നും അവിടെ മാറ്റാൻ കഴിയില്ല. അവിടെ നല്ല ചങ്കുറപ്പുള്ള നല്ല ആൺകുട്ടികളുണ്ടല്ല എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കളയണം ഇവന്മാരെയൊക്കെ. എന്നിട്ടുണ്ടല്ല രണ്ടെണ്ണം കൊടുക്കും വേണം, എന്നാൽ മാത്രം ഇവന്മാരുടെ ഷോ ഉണ്ടല്ല ഇത്തരം സ്ഥലങ്ങളിലെങ്കിലും ഇല്ലാതാവുള്ളൂ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. മരണപ്പെട്ട മഹാനടനായ സലിംകുമാറിന് എന്റെ ആദരാഞ്ജലികൾ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.